ശ്രീ KPA മജീദ്. സർ, ഈ തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിലെ താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ PHC, HSC തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സോ അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫോ ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലായിടത്തും അങ്ങനെ ഞാൻ തിരങ്ങാടി പറയണം. തിരൂർ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം, ധാരാളം രോഗികൾ വരുന്ന സ്ഥലമാണ്. OP ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോഴാണ് കൈനയ്ക്ക് ഭാഗത്ത് ഡോക്ടർമാരില്ലാന്നറിയാം. രേഖയൊക്കെ ഡോക്ടർമാരുണ്ടാകും, പക്ഷേ ഭരത്തിൽ ഒന്നും നടക്കാത്ത സ്ഥിതിയുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വിവരങ്ങൾ മാത്രം ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്താം. തിരുവരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കയ്യിലുള്ള 2 ഒഴിവുകളുള്ളത്. ഡെന്റൽ ജൂനിയർ കൺസൾട്ടന്റ് 1 ഒഴിവ്, സ്റ്റാഫ് നഴ്സ് 4 ഒഴിവ്, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ 1 ഒഴിവ്, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 2 2 ഒഴിവ്, ഡയാലിസിസ് ടെക്നീഷ്യന്മാർ 2 ഒഴിവ്, റേഡിയോഗ്രാഫർ 1 ഒഴിവ്. ഇതാണ് താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥിതി. പരപ്പനങ്ങാടി PSCയിലാണെങ്കിൽ ഹോസ്പിറ്റൽ അറ്റൻഡ് ഒഴിവായി കിടക്കുള്ളൂ, അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒഴിവായി കിടക്കുള്ളൂ. CHC നെടുവയിലാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒഴിവുണ്ട്, PHNSന്റെ 1 ഒഴിവുണ്ട്, സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവുണ്ട്, GPHN 3 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ നന്നമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ തന്നെ ഇല്ല, അവിടെ ഒഴിവാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഒഴിവുണ്ട്, JPHനും 3 ഒഴിവാണ്. തെന്നല കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇതുപോലെ HPHന് 1 ഒഴിവുണ്ട്. സ്റ്റാഫ് നഴ്സ് തസ്തി ഇതുവരെ അനുവദിച്ചു, 4 തസ്തി അവരെ അനുവദിക്കേണ്ടതാണ്, അത് ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. പെരുമണ്ണ ക്ലാരി കുടുംബാരോഗ്യത്തിൽ ഹോസ്പിറ്റൽ അറ്റൻഡ് ഗ്രേഡ് 1 ഒഴിവാണ്. അപ്പം അതുപോലുള്ള ഈ അടിയന്തരമായി ഈ സ്ഥാപനങ്ങളിൽ ആരോഗ്യം നടത്താൻ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അഭാവം, പാരാമെഡിക്കൽസിന്റെ സ്റ്റാഫിന് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വളരെയധികം ഗൗരവമായ രീതിയിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി താലൂക്ക് ഹോസ്പിറ്റൽ പ്രത്യേകമായി സന്ദർശിച്ചിരുന്നു, അന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഭരത്തിൽ ഡോക്ടർമാരുടെ സേവനം വളരെ പ്രയാസകരമായ സ്ഥിതിയുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകം ഒരു താല്പര്യമെടുത്ത് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ 7 സ്ഥാപനങ്ങളാണ് പ്രധാനമായും ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കൂടാതെ. താലൂക്ക് ആസ്ഥാന ആശുപത്രി തിരൂരങ്ങാടി, അവിടെ OP 1169 ശരാശരി. സാമൂഹ്യാരോഗ്യ കേന്ദ്രം നെടുവ 410 ശരാശരി OP. കുടുംബാരോഗ്യ കേന്ദ്രം പരപ്പനങ്ങാടി 240 ശരാശരി OP. തെന്നലയിൽ 159, കുടുംബാരോഗ്യ കേന്ദ്രം നന്നമ്പ്ര 251, കുടുംബാരോഗ്യ കേന്ദ്രം എടരിക്കോട് 101, കുടുംബാരോഗ്യ കേന്ദ്രം പെരുമണ്ണക്ലാരി 201. സർ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രിയിലും ആർദ്ര മാനദണ്ഡ പ്രകാരമുള്ള ജീവനക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ തസ്തികകൾ സംബന്ധിച്ച് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം. അംഗീകൃത തസ്തികൾക്ക് പുറമെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ NHM മുഖാന്തരമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമോ HMC മുഖാന്തരം, HMC എന്ന് പറയുമ്പോൾ കാസ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചോ ഡോക്ടർമാരുടെയും മറ്റ് അവശ്യ വിഭാഗം ജീവനക്കാരുടെയും സേവനം ആശുപത്രികളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സർ, താലൂക്ക് ആസ്ഥാന ആശുപത്രി തിരൂരങ്ങാടി അദ്ദേഹം റേഡിയോഗ്രാഫറുടെ തസ്തിക പറഞ്ഞു. അത് 29/1/2024 തീയതി പ്രകാരം തസ്തികയിൽ നിലവിൽ ഒഴിവില്ല എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഫയലിൽ നിന്ന് വ്യക്തമാകുന്നത്. സർ, അതോടൊപ്പം തന്നെ അവിടെ 157 അംഗീകൃത കിടക്കകളാണ് അനുവദിച്ചിട്ടുള്ളത്. 27 ഡോക്ടർമാരും 44 നഴ്സുമാരും 6 ലാബ് ടെക്നീഷ്യൻ, 3 ഫാർമസിസ്റ്റ്, 12 നഴ്സിംഗ് അസിസ്റ്റന്റ്, 12 ആശുപത്രി അറ്റൻഡന്റ് ഉൾപ്പെടെ മൊത്തം 127 സ്ഥിരം ജീവനക്കാരുടെ അംഗീകൃത തസ്തികകളുണ്ട്. ഇതുകൂടാതെ 26 പേർ NHM മുഖാന്തരവും 33 പേർ HMC മുഖാന്തരവും 44 പേർ കാസ്റ്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയും താൽക്കാലിക ജീവനക്കാരായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. സർ, ഈ സർക്കാരിന്റെ കാലയളവിൽ 6 പുതിയ തസ്തികകൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ 4, ഡയാലിസിസ് ടെക്നീഷ്യൻ 2 എന്നിങ്ങനെയാണ് ഉള്ളത്. അവിടെ 2 ഗൈനക്കോളജിയിൽ 2 കൺസൾട്ടന്റ് തസ്തികയാണുള്ളത്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൺസൾട്ടന്റ് തസ്തികയിലുള്ള ഒരാൾ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണെന്ന് കാണുന്നുണ്ട്. അത് സംസ്ഥാനത്ത് പൊതുവെയുള്ള ഒരു കാര്യം. 15 ദിവസത്തിനപ്പുറം ചട്ടപ്രകാരം അനുവദനീയമായിട്ടുള്ള അവധികൾക്കപ്പുറം 15 ദിവസത്തിനപ്പുറത്തേക്ക് ഒരു ആരോഗ്യ പ്രവർത്തകനോ ആരോഗ്യ പ്രവർത്തകയോ ലീവ് എടുത്താൽ തീർച്ചയായിട്ടും അത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയിട്ട് കണക്കാക്കുകയും അതിന്മേലുള്ള തുടർ നടപടികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വീകരിക്കുകയും ചെയ്യും. ഒരാൾ അത് മാത്രമല്ല, അവധി കൊടുത്താൽ അത് ഡയറക്ടറേറ്റിലും സെക്രട്ടേറിയറ്റ് സെക്ഷനുകളിലും താമസിക്കാൻ പാടില്ല. നിശ്ചിതമായ സമയത്ത് അതിൽ ഒന്നുകിൽ മറുപടി എടുത്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ് ഉള്ളത്. ആ അൺഓതറൈസ്ഡ് ആബ്സെൻസ് മറ്റൊരാൾ ലീവിലാണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2ഉം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാൾ അനധികൃത അവധിയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം അവിടെ നടന്ന ഡെലിവറി 60 ശരാശരി 60. ആശുപത്രി ഡോക്ടർമാർ, മറ്റു ഡോക്ടർമാരും അതുപോലെ ജൂനിയർ കൺസൾട്ടന്റും ഒക്കെ തന്നെ അവിടെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടാണ് അത് 60 എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർ, അതോടൊപ്പം തന്നെ
JPHN തസ്തികയിൽ പൊതുവെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ സർ കേസ് നിലവിലുണ്ടായിരുന്നു. സ്പെഷ്യൽ റൂൾസ് പ്രകാരം കേസ് നിലവിലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള കേസായിരുന്നു. അത് സർക്കാർ പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് 800 പേർക്കോളം ഇപ്പോൾ നിയമനം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ടും ആളുകൾക്ക് ജോലി ലഭിക്കുന്ന നിലയിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്.